മരവിപ്പിക്കുന്ന തണുപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം തെളിയുന്നത് മഞ്ഞു പുതച്ച ഹിമാലയമോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ ഏതെങ്കിലും ഒരു കോണോ ആയിരിക്കും. എന്നാൽ നാം സങ്കല്പിക്കുന്നതിനുമപ്പുറം ഒരു തുള്ളി വെള്ളം സെക്കൻഡുകൾക്കുള്ളിൽ ഐസാകുന്ന, ശ്വസിക്കുന്ന വായു പോലും ശ്വാസകോശത്തെ കീറിമുറിക്കുന്ന അത്ര കഠിനമായ ഒരിടം ഭൂമിയിലുണ്ട്. ചക്രവാളത്തിന് മുകളിലേക്ക് സൂര്യൻ ഉദിക്കാൻ മടിക്കുന്ന, ജീവന്റെ ഒരു തരിമ്പ് പോലും അവശേഷിക്കാത്ത ഈ പ്രദേശം ഈസ്റ്റ് അന്റാർട്ടിക്ക പീഠഭൂമിയാണ്. ശാസ്ത്രലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ പ്രകൃതി അതിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം ദർശിക്കുന്ന ഈ പ്രദേശത്തെക്കുറിച്ചിട്ടുള്ള വിശേഷണങ്ങൾ ഏതൊരു മനുഷ്യനെയും ഭയപ്പെടുത്തുന്നതാണ്. ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം എന്ന റെക്കോർഡ് കാലങ്ങളായി അന്റാർട്ടിക്കയുടെ കൈവശമാണെങ്കിലും സമീപകാലത്ത് നടന്ന പഠനങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. അന്റാർട്ടിക്കയിലെ മറ്റ് ഐസ് മൂടിയ ഇടങ്ങളേക്കാൾ ഇരട്ടിയിലധികം തണുപ്പുള്ള ചില പോക്കറ്റുകൾ ഈ പീഠഭൂമിയിലുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ സസ്യങ്ങൾക്കോ ജന്തുക്കൾക്കോ എന്തിന് മനുഷ്യന് പോലുമോ അതിജീവനം അസാധ്യമാണ്. ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത ഈ തരിശു ഭൂമിയിൽ 1983 ജൂലൈ 23 റഷ്യയുടെ വോസ്റ്റോക്ക് സ്റ്റേഷൻ രേഖപ്പെടുത്തിയത് -89.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. എന്നാൽ ഇത് കേവലം തുടക്കം മാത്രമായിരുന്നു എന്ന് പിൽക്കാല പഠനങ്ങൾ തെളിയിച്ചു. കൊളറാഡോ സർവകലാശാലയിലെ നാഷണൽ സ്നോ ആൻഡ് ഐസ് ഡേറ്റാ സെന്ററിലെ ഗവേഷകർ 2004 മുതൽ 2016 വരെയുള്ള സാറ്റലൈറ്റ് വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ കണ്ടെത്തിയത് അതിഭീകരമായ കണക്കുകളാണ്. ശൈത്യകാലം പകുതി പിന്നിടുമ്പോൾ മാസങ്ങളോളം സൂര്യൻ ചക്രവാളത്തിന് മുകളിലേക്ക് വരാത്ത അന്ധകാരത്തിൻ്റെ നാളുകളിൽ ഈസ്റ്റ് അന്റാർട്ടിക്ക പീഠഭൂമിയിലെ താപനില -98 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നു. അതായത് നാം പണ്ട് കരുതിയിരുന്നതിനേക്കാൾ 10 ഡിഗ്രിയിലധികം കുറവ്. ഈ താപനിലയിൽ ദ്രാവക രൂപത്തിലുള്ള ഒന്നിനും നിലനിൽപ്പില്ല. വായുവിലെ ഈർപ്പം പോലും ഉടൻ തന്നെ ഐസ് പരലുകളായി താഴെ വീഴും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3800 മുതൽ 4050 മീറ്റർ വരെ ഉയരത്തിലാണ് ഈ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ഭീകരമായ തണുപ്പിന് പിന്നിൽ ലളിതമായ ഒരു ശാസ്ത്രമുണ്ട്. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെ മുഴുവനായി അതിശക്തമായ കാറ്റ് വട്ടം ചുറ്റുന്നുണ്ട്. ഈ കാറ്റ് ഒരു അദൃശ്യമായ മതിൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പുറത്തുനിന്നുള്ള താരതമ്യേന ചൂടുള്ള വായുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇത് തടഞ്ഞു നിർത്തുന്നു. ഈ കാറ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന വായു മാസങ്ങളോളം സൂര്യപ്രകാശം ലഭിക്കാതെ വരുമ്പോൾ കൂടുതൽ തണുത്ത് ഉറയുന്നു. തെളിഞ്ഞ ആകാശവും വരണ്ട വായുവും ഈ തണുപ്പിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. വായു എത്രത്തോളം വരണ്ടതാണോ അത്രത്തോളം താപനില താഴേക്ക് പതിക്കുന്നു. മനുഷ്യവാസമുള്ള ലോകത്തെ ഏറ്റവും തണുപ്പുള്ള ഇടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് റഷ്യയിലെ സൈബീരിയയിലുള്ള ഒയ്മിയ കോൺ ഗ്രാമമാണ്. അവിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില -67.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. എന്നാൽ ഈസ്റ്റ് അന്റാർട്ടിക്ക പീഠഭൂമിയിലെ -98 ഡിഗ്രി എന്നത് ഒയ്മിയ കോണിനേക്കാൾ എത്രയോ മടങ്ങ് അപകടകരമാണ്. കാനഡ, ഗ്രീൻലാൻഡ്, ഐസ്ലൻഡിലെ ലാപ്ലാൻഡ്, മംഗോളിയ, ഫിൻലൻഡ്, USA-യിലെ ഡെനാലി എന്നിവിടങ്ങളെല്ലാം ലോകത്തിലെ രൂക്ഷമായ തണുപ്പുള്ള ഇടങ്ങളുടെ പട്ടികയിലുണ്ടെങ്കിലും അന്റാർട്ടിക്കയിലെ ഈ പീഠഭൂമിക്ക് മുന്നിൽ അവയെല്ലാം വെറും തണുപ്പുള്ള ഇടങ്ങൾ മാത്രമാണ്. ഇത്രയും കഠിനമായ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിലെ കോശങ്ങൾ തണുത്തുറഞ്ഞ് നശിക്കാൻ സാധ്യതയുണ്ട്. സംരക്ഷണ കവചങ്ങളില്ലാതെ മിനിറ്റുകൾ പോലും അവിടെ നിൽക്കാൻ ആർക്കും സാധ്യമാകില്ല. ശാസ്ത്രജ്ഞർ ഇവിടെ ഗവേഷണത്തിനായി പോകുന്നത് അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ്. എങ്കിലും ഈ കൊടും തണുപ്പ് ലോകത്തിന് നൽകുന്ന ചില ഗുണങ്ങളുമുണ്ട്. ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നതിൽ ഇത്തരം മഞ്ഞുപാളികൾ വലിയ പങ്ക് വഹിക്കുന്നു. ആഗോള താപനം മൂലം ഇത്തരം മേഖലകളിലെ മഞ്ഞുരുകുന്നത് ലോകമെമ്പാടുമുള്ള സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകുമെന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. പ്രകൃതിയുടെ ഈ നിഗൂഢതകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: മനുഷ്യന് കീഴടക്കാൻ കഴിയാത്ത, അതിജീവിക്കാൻ സാധിക്കാത്ത ഇടങ്ങൾ ഇന്നും ഭൂമിയിലുണ്ട്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും പ്രകൃതിയുടെ ചില നിയമങ്ങൾക്ക് മുന്നിൽ നാം നിസ്സഹായരാണ്. ഈസ്റ്റ് അന്റാർട്ടിക്ക പീഠഭൂമിയിലെ ആ മരവിപ്പിക്കുന്ന നിശബ്ദതയും കൊടും തണുപ്പും ഭൂമിയുടെ സന്തുലിതാവസ്ഥയുടെ ഭാഗമാണ്. ആ സന്തുലിതാവസ്ഥ തകരാതെ സംരക്ഷിക്കുക എന്നത് വരും തലമുറയുടെ കൂടി ആവശ്യമാണ്.